ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്യാം പറഞ്ഞ പ്രകാരം ശ്യാമിൻ്റെ ഗുണ്ടകൾ ശ്രുതിയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ശ്രുതിയുടെയും അശ്വിൻ്റെയും ഹണിമൂൺ ട്രിപ്പിനിടയിലാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു വാട്ടർഫോൾസിൽ ഇറങ്ങി ശ്രുതി ആകെ നനഞ്ഞായിരിക്കുന്നത്. ഈറനോട് നിൽക്കുന്ന ശ്രുതിയെ നോക്കി ഒരുമാതിരി രീതിയിൽ ശ്യാം ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രീതി അത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രീതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, എന്താ ശ്രുതി, നീ നനഞ്ഞിരിക്കുകയല്ലേ, നിനക്ക് ജലദോഷം വരും, നീ അത് പോയി ഒന്ന് മാറ്റിക്കോ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പ്രീതിയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാത്റൂമിലോട്ട് ശ്രുതി പോകുന്ന തക്കത്തിലായിരിക്കും ശ്യാം വിളിച്ചു പറയുന്നത് ആ ഗുണ്ടകളോട് ഈ സമയത്ത് കൊണ്ടുപോയാൽ മതിയെന്ന്. അങ്ങനെ വായും പൊത്തി 2-3 പേര് ചേർന്ന് ശ്രുതിയെ അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. നനഞ്ഞ ഡ്രസ്സ് മാറ്റി അശ്വിൻ തിരികെ വരുന്ന സമയത്ത് പ്രീതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി എവിടെ? ശ്രുതി എങ്ങോട്ട് വന്നില്ലേ? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ശ്രുതി എങ്ങോട്ടാ പോയത്? ആദ്യം പോയത് ശ്രുതി ആയിരുന്നില്ലേ? അപ്പോൾ അവൾ എവിടെ എന്നൊക്കെ പറഞ്ഞ് പ്രീതി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കാനായിട്ട് അശ്വിനും ആകാശും പോകുന്നുണ്ട്. കൂടെ പോരാനായിട്ട് ശ്യാമും വിളിക്കുന്നുണ്ട്. അങ്ങനെ എവിടെയും ശ്രുതിയെ കാണുന്നുണ്ടായിരിക്കില്ല. ആകെ പേടിച്ച് സങ്കടത്തിലിരിക്കുന്ന പ്രീതിയെ നോക്കി എന്താ ഇനി ചെയ്യുക കുഞ്ഞ, അവൾ എങ്ങോട്ടാ പോയെ എന്നൊക്കെ ഇങ്ങനെ അഞ്ജലിയും ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ എന്തായാലും പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് കാട്ടിലോട്ടൊക്കെ കയറുന്നുണ്ടായിരിക്കും. കാട്ടിലെല്ലാം വിളിച്ച് നടക്കുന്നുണ്ട് ശ്രുതി എന്ന് കൂടെ. ആകാശവും പ്രീതിയും എല്ലാവരും അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ശ്യാമാണെങ്കിൽ അവിടെ നിന്ന് ശ്രുതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആരും തന്നെ തെറ്റിദ്ധരിക്കരുതല്ലോ എന്ന് കരുതിയിട്ട്. അശ്വിനാണെങ്കിൽ ശ്യാമിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരാൻ ചാൻസ് ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഉണ്ട എന്ന് പറഞ്ഞ ഭാഗത്തോട്ടായിരിക്കും അശ്വിൻ പോകുന്നത്. നീ എങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ലടാ, എന്തായാലും ഇനി നീ ശ്രുതിയെ കാണാൻ പോലും കിട്ടില്ല. എന്നെ മാത്രമായിട്ട് അവള് സന്തോഷമായിട്ട് ജീവിക്കും. അങ്ങനെ ശ്രുതിയെ അന്വേഷിച്ച് അശ്വിൻ കാട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ആകാശും പ്രീതിയും അന്വേഷിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ശ്യാമിൻ്റെ അടുത്ത് ആകാശ് പറയുന്നുണ്ട്, ഏട്ടൻ എന്തായാലും ചേച്ചിയുടെ അടുത്തോട്ട് പോ, ചേച്ചി അവിടെ തനിച്ചല്ലേ എന്നും പറഞ്ഞ് ശ്യാമിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. പ്രീതിയും നീയും റിസോർട്ടിലോട്ട് പൊക്കോ, ഞാൻ പോയി അന്വേഷിച്ചോളാം. വേണ്ട ആകാശ്, റിസോർട്ടിൽ പോയാലൊന്നും എനിക്ക് എൻ്റെ ശ്രുതിയെ എത്രയും വേഗം കണ്ടെത്തണം, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നും പറഞ്ഞ് പ്രീതി ആകാശിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ ആകാശും അശ്വിനും ഒക്കെ അന്വേഷിക്കായിരിക്കും കേട്ടോ. പിന്നീടായിട്ട് അഞ്ജലിയെ കൂട്ടി റിസോർട്ടിലോട്ട് പോകുന്നുണ്ട് ശ്യാം. അഞ്ജലിക്കായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അഞ്ജലി, നീ ജ്യൂസെങ്കിലും കുടിക്ക്, രാവിലെ നീ ഭക്ഷണം ഒന്നും കഴിച്ചതല്ലല്ലോ, ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. വേണ്ട ശ്യാമേട്ട, എനിക്കൊന്നും വേണ്ട, ശ്രുതിയെ കണ്ടെത്താതെ എനിക്കിനി ഒന്നും വേണ്ട. നീ എന്താ പറയുന്നേ? നമ്മുടെ കുഞ്ഞു വയറ്റിലുണ്ട്, നീ അത് മറന്നോ? നീ എന്തെങ്കിലും കുടിക്ക്. വേണ്ട ശ്യാമേട്ട, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ എന്നൊക്കെ പറയാട്ടോ. എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ? ശ്രുതിക്ക് ഒന്നും സംഭവിക്കില്ല. ആകാശും അശ്വിനും ഒക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ, എത്രയും വേഗം ശ്രുതിയായിട്ട് അവർ തിരിച്ചു വരും. നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്യാം മനസ്സിൽ പറയുന്നുണ്ട്, ഇപ്പം നീ ശ്രുതിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. നാളെ നീ പറയും, എൻ്റെ ഭർത്താവിനെ കണ്ടില്ലല്ലോ, ഭർത്താവ് എങ്ങോട്ടാ പോയേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. അവളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്നൊക്കെ ആയിരിക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നീടായിട്ട് കാണിക്കുന്നത് ഗുണ്ടകൾ ശ്രുതിയുടെ കാലും കൈയും വായും ഒക്കെ പൊത്തിപ്പിടിച്ചിട്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. ആളാണെങ്കിൽ പുറത്ത് ആളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. കാടിനുള്ളിൽ തന്നെ ഒരു വീട്ടിലായിരിക്കും കേട്ടോ ശ്രുതിയെ കെട്ടിയിട്ടിരിക്കുക. വളരെ മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊരുത്തൻ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനേ അശ്വിൻ സാറിൻ്റെ ഭാര്യ. അയാൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊന്നും പൊടി പോലും കാണിക്കില്ലടാ. അപ്പോഴേക്കും കൂടെയുള്ള മറ്റു ഗുണ്ടകൾ ഇയാളെ വിളിക്കുന്നുണ്ട്, എടാ നീ മറക്കണ്ട, ഈ കൊട്ടേഷൻ ആരാ ഏൽപ്പിച്ചതെന്ന് നിനക്കറിയാമല്ലോ, അയാളുടെ പെണ്ണ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ നിനക്ക് നല്ല കണക്കിന് തിരിച്ചടി കിട്ടും എന്നൊക്കെ മാറ്റി നിർത്തി അയാളോട് പറയുന്നുണ്ടായിരിക്കട്ടോ. അങ്ങനെ ശ്രുതിക്ക് ബിരിയാണിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ചോ, ഈ ഇരിക്കുന്ന വെള്ളവും കുടിച്ചോ, 2 കൈയും കാലും കെട്ടിയിട്ട് ഞാൻ എങ്ങനെ കഴിക്കാനാ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വായി കെട്ടിയിട്ടുണ്ടെങ്കിലും ചെറുതായി ലൂസ് ടൈപ്പിലായിരുന്നു കെട്ടിയിരിക്കുക. അങ്ങനെ ഒരു സ്പൂണും ആ 2 കയ്യിൽ വെള്ളമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കൈയിൻ്റെ ഇനി ഇങ്ങനെ കോരി കഴിച്ചാൽ മതി, അല്ലെങ്കിലേ കഴിക്കണ്ട എന്നും പറഞ്ഞ് ഗുണ്ടകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ടായിരിക്കുക. ഇയാൾ എന്തൊരു മനുഷ്യനാ, എൻ്റെ അശ്വിൻ സാറ്, എന്നെ ഒന്ന് രക്ഷിക്കാൻ വന്നൂടെ നിങ്ങൾക്ക്, ഇത്ര മനസാക്ഷിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുക കേട്ടോ. ശ്യാം ഒരു കൃഷ്ണന്റെ വിഗ്രഹം കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആ വിഗ്രഹം കാണുമ്പോഴേക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല എന്നല്ല പറയുന്നത്, എന്നാലും അവൾക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസമാ കൃഷ്ണ, അവളെ കൈവിടരുത്, അവൾ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം, എന്തായാലും അവൾക്ക് ഒരു ആപത്തും വരരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും അവിടെ ഇരിക്കുന്ന ഒരു കമ്പി ശ്രുതിയുടെ ഷോളിന്റെ ഒരു കഷ്ണം കുടുങ്ങി കിടക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ അശ്വിൻ ആലോചിക്കുന്നുണ്ട്, ഇത് ശ്രുതിയിട്ട ഡ്രസ്സല്ലേ? അങ്ങനെ വാട്ടർഫാൾസിൽ നനഞ്ഞു നിൽക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ ഡ്രസ്സിന്റെ കഷ്ണമാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു കാറ്റ് വന്ന് അതങ്ങ് പറന്നു പോകുന്നുണ്ട് കേട്ടോ. പാറിപ്പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അശ്വിനും കൂടെ പോവാണ്. അങ്ങനെ കൃഷ്ണനായിട്ട് തന്നെ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കള്ളും കുടിച്ച് ഗുണ്ടകളാണെങ്കിൽ ഉറങ്ങിക്കാണും. അങ്ങനെ പതിയെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്, എല്ലായിടത്തും പോയി അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന റൂമിലോട്ട് ചെല്ലുന്നത് ശ്രുതിയെ കിട്ടിയിട്ട നിലയ്ക്ക് കാണുമ്പോൾ ആകെ കൂടെ സങ്കടത്തിലാവുന്നുണ്ട് അശ്വിൻ ചെല്ലുന്നത് ശ്രുതി ചെറിയൊരു മയക്കത്തിലായിരിക്കട്ടോ. അങ്ങനെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം അങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. കൈയിൻ്റെ കെട്ടും ശ്രുതിയുടെ വായിലെ കെട്ടും ഒക്കെ പതുക്കെ അഴിച്ച് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്നിട്ട് അവര് ഉൾക്കാട്ടിലൂട്ടിയായിരിക്കും അവര് കയറുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും ഒരു വലിയ മൃഗം അശ്വിനെയും ശ്രുതിയെയും ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അശ്വിൻ. അങ്ങനെ ഒഴിഞ്ഞൊരു മരത്തിന്റെ ചുവട്ടിലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് ഇനി തീരെ പറ്റില്ല, എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നീ വാ, ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാ, ഇവിടെ നിൽക്കരുത്, വാ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല അശ്വിൻ സാറേ, തീരെ വയ്യ, വെള്ളത്തിന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ഒരടി പോലും എന്നെക്കൊണ്ട് ഇനി നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, എനിക്കും അതൊക്കെ ഉണ്ട്, ഇനി എന്ത് ചെയ്യാനാ, ഇവിടെയൊന്നും വെള്ളം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അശ്വിനും. ഇനി എനിക്കും കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാറേ എന്നെ തനിച്ചാക്കി പോകല്ലേ, എനിക്ക് പേടിയാ എന്നും പറഞ്ഞ് അശ്വിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ ഇരിക്കുന്ന സമയത്ത് വല്ലാത്ത തളർച്ചയുണ്ടെന്ന് കാണുമ്പോഴേക്കും പതിയെ എഴുന്നേറ്റ് ശ്രുതിയെ പോകാൻ നോക്കുന്നുണ്ട്. എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞ് ശ്രുതി കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ഞാനെന്നേ പോയി നോക്കിയിട്ട് വരാം, എന്തേലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഒരു മുളയിൽ കുറച്ച് വെള്ളമായിട്ട് തിരികെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുളയിൽ കിട്ടിയ വെള്ളമായിട്ട് വരുമ്പോഴത്തേക്കിനും അശ്വിനിങ്ങനെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്ക്, വല്ലാത്തൊരു പുളിരസമൊക്കെ തോന്നുന്നുണ്ട്, ഇതെന്ത് വെള്ളമാ, ഇപ്പോൾ ഈ കാട്ടിലെ വെള്ളമേ കിട്ടൂ, അത് അല്ലാതെ വെള്ളമല്ലാതെ ബാക്കി എന്ത് കിട്ടാനാ, ഇതൊക്കെ കുടിച്ചുകൊണ്ട് തൽക്കാലം ദാഹമൊന്ന് മാറട്ടെ, നമുക്കൊന്ന് നടന്നാലോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും എണീറ്റ് നടക്കാൻ നേരത്ത് പെട്ടെന്നായിരിക്കും അശ്വിന് BP കൂടുന്നത്. BP കൂടി അശ്വിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. അയ്യോ കൃഷ്ണ, ഇനി എന്താ ചെയ്യുക അശ്വിൻ സാറേ, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ, ആ ഗുണ്ടകൾ എനിക്ക് ബിരിയാണി തന്നപ്പോൾ കഴിച്ചാൽ മതിയായിരുന്നു, അശ്വിൻ സാറ് എന്നെ രക്ഷിക്കാൻ വരുമെന്ന് അറിഞ്ഞില്ല, ഞാൻ അത് കഴിച്ച് നല്ല ശക്തിയോടുകൂടി അശ്വിൻ സാറിനെ തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടുപോയേനെ. ആര്, നീയോ? എന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാനോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അശ്വിനാണെങ്കിൽ ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തല കറങ്ങി നിൽക്കുന്ന അശ്വിൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അശ്വിൻ സാർ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പോയി അവിടെ നിന്ന് കുറച്ച് പഴം പറിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്ക്, എനിക്ക് ഇവിടുന്ന് കിട്ടിയ പഴമാ, കാട്ടിലെ പഴമല്ലേ, കഴിക്കാൻ പറ്റുന്നതായിരിക്കും, എന്തായാലും അശ്വിൻ സാർ കഴിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വാ
വാ പൊളിച്ച് വായി വെക്കാൻ നേരത്ത് ശ്രുതി പറയുന്നുണ്ട്, അല്ലേ വേണ്ട, ആദ്യം ഞാൻ കഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ പുളിയാണ് ചവർപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെട്ടാലോ, ഞാൻ ആദ്യം കഴിക്കാം എന്ന് പറഞ്ഞ് എന്നിട്ട് അശ്വിൻ സാറിന് തരാമെന്നും പറഞ്ഞ് അത് പൊളിച്ച് കഴിക്കുകയാണ് കേട്ടോ ശ്രുതി. കുഴപ്പമില്ല, പുളിയുണ്ട്, ചെറിയൊരു മധുരവുമുണ്ട്, ഒരു ഓറഞ്ചിൻ്റെയൊക്കെ ടേസ്റ്റ് പോലെ തോന്നും എന്നും പറഞ്ഞിട്ട് ശ്രുതി ഒരു പഴമെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീടായിട്ട് അശ്വിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുൻപ് തന്നെ ശ്രുതിക്ക് തൊണ്ടയിൽ എന്തൊക്കെയോ പ്രശ്നം തോന്നുന്നുണ്ട്. അശ്വിൻ സാറേ, എനിക്ക് തൊണ്ട വേദനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അയ്യോ അശ്വിൻ സാറേ, എനിക്ക് തീരെ വയ്യ, എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട് ഒക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ മടിയിലോട്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്തു പറ്റി, കണ്ണ് തുറക്ക് ശ്രുതി എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ്. അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.